ജിസയിലും അനുമോളും തമ്മിലുള്ള വിഷയം ഇതിപ്പോൾ ലൈവിൽ ഇങ്ങനെ ഒരുപാട് നേരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഈ പറയുന്ന മേക്കപ്പ് കോസ്മെറ്റിക് ഐറ്റംസ് ഈ പറയുന്ന ജിസൈൽ തക്രാൽ ഉപയോഗിക്കുന്നത് അനുമോളും ഷൈത്യയും ആദിലയും നൂറയൊക്കെ അടങ്ങുന്ന ടീം പൊക്കിയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഈ പറയുന്ന ജിസൈൽ തന്നെയാണ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ബിഗ് ബോസിൽ ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ്, എല്ലാ വീട്ടിലെ അംഗങ്ങളും കൂടി ഇൻവോൾവ് ആയിക്കൊണ്ട് ഭയങ്കര ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ജിസൈൽ വന്ന് അനുമോളെ പച്ചക്ക് നല്ല തെറി വിളിച്ചിട്ട് പോയിട്ടുണ്ട്. തെറി ഞാൻ എടുത്തു പറയുന്നില്ല, വേണമെങ്കിൽ പറയാം. മറ്റേ എന്താണ്, നമുക്ക് മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും ഈ പറയുന്ന എപ്പിസോഡിലും ഒക്കെ ആയിട്ട് കാണാൻ പോകുന്ന കാര്യമാണ് ദി ഫക്കിംഗ് എന്താണ് സൈക്കോ എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ ജിസയിൽ അനുമോളെ നല്ല പച്ച തെറിയൊക്കെ വിളിച്ച് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഹിന്ദിയൊക്കെ ഇടുന്നു തോന്നുന്നു, കൂട്ടിക്കലർത്തിയൊക്കെ വിളിച്ച് പോകുന്നുണ്ട്. പക്ഷെ അനുമോൾ പറയുന്നത് എനിക്കൊരു തേങ്ങാക്കൊലയും ഇല്ല, അവളെന്നെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ബിഗ് ബോസിൽ ഇതിന്റെ ഗെയിമാണ്, ബിഗ് ബോസിന്റെ റൂളാണ്, റൂള് ഞാൻ അനുസരിപ്പിക്കും എന്നുള്ള രീതിയിൽ തന്നെ അനുമോൾ പറയുന്നുണ്ട്. പക്ഷെ എന്ത് പറയുമ്പോഴും അനുമോളുടെ കണ്ണിൽ നിന്ന് ഒരുപാട് വെള്ളം വരുന്നുണ്ട്. അപ്പോ സങ്കടപ്പെട്ട് ഒന്നും കിട്ടാതിരിക്കുന്ന രീതിയിൽ പറയുന്നു എന്നൊക്കെയാണ് ആളുകൾ വിചാരിക്കുന്നത്. അനുമോൾക്ക് സ്ട്രോങ് ആയിട്ട് ഒരു കാര്യവും പറയാൻ പറ്റുന്നില്ല. അതൊരു വല്ലാത്തൊരു പ്രശ്നമായിട്ട് ഇനി ബിഗ് ബോസ് ഹൗസിൽ മാറും. കാരണം സ്ട്രോങ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴായിരിക്കും ആ ഒരു സ്കോറിങ് അവിടെ വരുന്നത്, അല്ലെങ്കിൽ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഗെയിം അവിടെ വരുന്നത്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരുപാട് സങ്കടപ്പെട്ട് ഭയങ്കര വീക്കായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എന്തൊക്കെയാണെങ്കിലും അനുമോളെ നമ്മുടെ ജിസയിൽ ദി ഫക്കിംഗ് സൈക്കോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എന്തൊക്കെയാണെങ്കിലും ഇതിനെയൊക്കെ ബന്ധപ്പെട്ട് സംസാരിക്കും. ജിസൈലിനെ പറഞ്ഞു വിടുന്നതായിരിക്കും നല്ലത്. കാരണം പുള്ളിക്കാരത്തിക്ക് ബിഗ് ബോസിന്റെ റൂൾസ് അനുസരിക്കാൻ വയ്യ. പുള്ളിക്കാരത്തി മറ്റുള്ളവരുടെ കാര്യം അന്വേഷിച്ച് പോകുന്നുമില്ല കേട്ടോ. മറ്റുള്ളവർ മേക്കപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കോസ്മെറ്റിക് ഐറ്റംസ് പുള്ളിക്കാരത്തിന്റെ മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ കയ്യിലുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് പുള്ളിയും പോകുന്നില്ല. പക്ഷെ അനുമോള് ചെല്ലുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ റൂളാണ്, റൂൾസ് അനുസരിക്കേണ്ടതാണ്, അതുകൊണ്ട് തന്നെ അത് അനുസരിപ്പിക്കും എന്നുള്ള രീതിയിൽ അനുമോളുടെ ഒരു ഗെയിമാണത്. അത് അനുമോള് ബിഗ് ബോസ് ഹൗസിൽ ഇറക്കുന്ന ഒരു ഗെയിമാണ്. ആ ഒരു ഗെയിമിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസും ഉണ്ട്. നമ്മുടെ ഷൈത്യയും ആദിലയും നൂറയും അടങ്ങുന്ന അനുമോളുടെ ടീമിൽ പെട്ടിട്ടുള്ള കണ്ടസ്റ്റൻസും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇത് അവരുടെ ഒരു ഗെയിമാണ്. ജിസൈലിന് ബിഗ് ബോസിന്റെ റൂൾസ് അനുസരിക്കാൻ പറ്റിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ബി ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ആരുടെ ഭാഗത്താണ് ഈ ഒരു വിഷയത്തിൽ? തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്